വീഡിയോ മാറ്റിയാൽ പറയാം. ഞാൻ തിരിച്ചു വരുവാടാ പട്ടികളെ, എന്നെ കൊണ്ട് പറ്റൂലടാ പട്ടികളെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അല്ല, പാർട്ടിയിലെ പരിപാടി ഉണ്ട് എന്ന സോഷ്യൽ മെസ്സേജ് ഉണ്ട്. എൻ്റെ പടം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ഈ പടം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു പബ്ലിസിറ്റി മെറ്റീരിയൽ വരുമ്പോൾ തന്നെ ആദ്യമേ കാണിച്ചു വരുന്ന പ്രശ്നമല്ല. നിതിൻ മോളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. അങ്ങനെ കോമഡി എലമെന്റ്സ് ഒന്നും അല്ല, പടം സീരിയസ് ആണ്. നമ്മളെ മലയാളി എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും. യുവന്മാർക്ക് എല്ലാവരും കൂടെ പറയാനുള്ള ഈ ആറാട്ടെണ്ണം കൂടെ യുവന്മാരെല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. ആ പന്ന കൊള്ളത്തില്ലേട്ടോ, പ്രതീക്ഷ അത്രയൊന്നുമില്ല. വീഡിയോ മാറ്റിയാൽ പറയാം. ഒന്നും പറയാനൊന്നുമില്ല, കുറച്ച് കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല ബ്രോ, കൊള്ളാം. തിരിച്ചു വരവ് അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ട് പറയും. കുഴപ്പമില്ല ബ്രോ, ഒരു വൺ ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ. തിരിച്ചു വരവൊന്നും പറയാനൊന്നുമില്ല. പോരാ, അത്ര പോരാ. പിന്നെ വിചാരിച്ചാലും താഴെയാണ്. കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. നിവിൻ പോളിയുടെ നല്ലൊരു പടം. നല്ല കൊള്ളാം. ചെറിയ ഇഴച്ചിലുണ്ട്, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. നല്ല ഫിലിമാണ്, കൊള്ളാം, നല്ല പടം, നല്ല മൂവിയാണ്, നല്ല. അതേപോലെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൊള്ളും. തിരിച്ചു വരവാണിത്, പടം കൊള്ളാം, നല്ല പടം. പൊളിറ്റിക്സിനെ കളിയാക്കുന്നുണ്ട്, പിന്നെ കോമഡി കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നീമ്പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കുറച്ച് അല്ല അങ്ങനെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ട്രാക്കിലോട്ട് കയറാൻ പറ്റി ടൈം എടുത്തു, സെക്കൻഡ് ഹാഫ്, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കോമഡി ഉണ്ട്, കോമഡിയും ആ പൊളിറ്റിക്സും രണ്ടും മിക്സ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം. അല്ല, പാർട്ടിയിലെ പരിപാടി ഉണ്ട് എന്ന സോഷ്യൽ മെസ്സേജ് ഉണ്ട്, രണ്ടും കൂടിയുള്ള മിക്സ് പരിപാടിയാണ്. പൊളിറ്റിക്സ് മാത്രമല്ല, കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ആ കോമഡിയുണ്ട്, നല്ല സിനിമയാണ്. ആ നല്ല മെസ്സേജ് ഉണ്ട്. കൊള്ളാം, നല്ല സിനിമയാണ്. കൊള്ളാം, നല്ല സിനിമയാണ്. നിവിൻ പോളി കൊള്ളാം, സെറ്റാണ്. തിരിച്ചു വരുവാണ്. പക്ക പൊളിയാണ് മസ്മാച്ചാള്. ശരി, നല്ല രസമുണ്ട്. ഡിജോ ജോസിൻ്റെ മറ്റേ ജനഗണമന വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ നല്ല പടം. മറ്റേ മലയാളികൾക്കും പ്രവാസി ജീവിതമൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നല്ല പടം. കൊള്ളായിരുന്നു. കോമഡി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല നിവിൻ പോളിയുടെ കുഴപ്പമില്ല, തിരിച്ചായിരുന്നു പറയാം. ആവറേജ് പടം. കൊള്ളായിരുന്നു, വേറെ നല്ല പടമായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇറ്റ് ഹാഡ് എ റിയലി ഗുഡ് മെസ്സേജ് യൂത്തിന് വേണ്ടി. സോ എല്ലാവരും വന്ന് കാണണമെന്നാണ്. ഇതേപോലെ തോട്ട് പ്രൊവോക്കിംഗ് സിനിമയാണ്, ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് ഉണ്ടായിരുന്നു. നിവിൻ പോളി നന്നായിരുന്നു, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും സൂപ്പറായിരുന്നു. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആണെന്ന് തന്നെ പറയാം. വളരെ I just saw the movie Malayalam from India. I'm a huge Niven Pauly fan and I'm really satisfied. His acting was very good. For the past few years he has been having a lot of flops, a series of flops. This is like a comeback for him, and unexpected like plot and all from the songs that we saw. We thought it was going to be like a pure comedy film, but it was an unexpected twist that we got. So it's a must watch in the theaters. It's very good. നല്ല പടമാണ്. നിവിൻ്റെ പടം, ഐ മീൻ ഇപ്പം നിതിൻ മോളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. അങ്ങനെ കോമഡി എലമെന്റ്സ് ഒന്നും അല്ല, പടം സീരിയസ് ആണ്. ഡിജോയുടെ പടം നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല പടമാണ്, അടിപൊളി പടമാണ്. നമുക്ക് എന്താ പറയുക, കീർത്തിയക്കരെ കുരുക്ഷേത്രയെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബാണ് പടം ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ തന്നെ പടം വേറൊരു മൂഡിലുള്ള പടമാണെന്ന രീതിയിൽ സൂചിപ്പിക്കുന്നതാണ് ലാസ്റ്റത്തെ ടീസർ ഒഴിച്ചാൽ. അപ്പോൾ അത് എൻ്റെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് പടം കണ്ടപ്പോൾ തോന്നി. കാരണം ഇത് എവിടെ തുടങ്ങി ഇത് എവിടെ അവസാനിക്കുന്നു എന്നൊരു സംശയം നമുക്ക് പ്രേക്ഷകന് പടം കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത് ഒഴിവാക്കായിരുന്നു. എൻ്റെ പടം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ഈ പടം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു പബ്ലിസിറ്റി മെറ്റീരിയൽ വരുമ്പോൾ തന്നെ ആദ്യമേ കാണിച്ചു വരുന്ന പ്രശ്നമല്ല, ഈ കൺഫ്യൂഷൻ വരില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പെർഫോമൻസ് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പടം ബേസിക്കലി വർക്കായില്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആവറേജ് ആയിരുന്നു പടം, പിന്നെ വലിയ മെച്ചമെന്ന് പറയാമെന്നുള്ള ഇതൊന്നുമില്ല. ജനഗണമനയൊക്കെ പ്രതീക്ഷയാണ് വന്നത്, പക്ഷേ അതൊന്നും അല്ലായിരുന്നു. സാധനം ക്രിഞ്ചായിരുന്നു ബ്രോ. കൊള്ളത്തില്ലേട്ടോ, പ്രതീക്ഷ അത്രയൊന്നുമില്ല. കുറേ എന്ത് പൊക്കാൻ നോക്കിയവർ, പക്ഷെ ഒന്നും ഓരോരുത്തർ എത്താതെ പോയി. എന്താ പറയുക, പ്രതീക്ഷ അത്രയൊന്നുമില്ല. എന്തോ ഒരു വലിയ മെസ്സേജാണ് ഡിജോ ഇതിലൂടെ കൊടുക്കുന്നത്, പക്ഷെ ഒരു ലൈവിൽ വന്ന് കൊടുക്കുന്നതായിരുന്നു നല്ലത്. അത് തോന്നി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പടം മൊത്തം തീർന്ന കണക്കൊക്കെ തോന്നി. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, ആവറേജ് ഒരു മൂവി. ആവറേജ് അല്ല, ഫസ്റ്റ് ഹാഫ് എനിക്കത്ര ഭയങ്കര കുറച്ച് ലാഗായിട്ടൊക്കെ തോന്നി. സെക്കൻഡ് ഹാഫ് നല്ല മൂവിയാണ്, ഒരു ഫീൽ ഗുഡ് മൂവി. നല്ല സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ട്. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഡ്രാമയാണ് പടം. പിന്നെ നിവിൻ പോളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാം, എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഇൻ്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു. ഇൻ്റർവെലിന് ശേഷം ഒരു 5 മണിക്കൂർ ഫീലാണ് പടം. അപ്പം ഭയങ്കര ലാഗാണ്, തീരെ പോരാ. വർഷങ്ങൾക്ക് ശേഷം അത് നിന്നാൽ മതിയായിരുന്നു, ആ ഒരു സെറ്റപ്പ് മതിയായിരുന്നു. ഇൻ്റർവെൽ വേറൊരു ടെറൈനായിരുന്നു. ഇൻ്റർവെലിന് ശേഷം പശ്ചാത്തലം മാറിയപ്പം പടം മൊത്തം കയ്യിൽ നിന്ന് പോയി. ചേട്ടാ കൊള്ളൂല. വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് വന്നിട്ട് ഞാൻ തിരിച്ചു വരുവാടാ പട്ടികളെ, എന്നെ കൊണ്ട് പറ്റൂലടാ പട്ടികളെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു നിവിൻ പോളിയുടെ എൻ്റെ നിന്ന്. ഡാൻ ശ്രീനിവാസൻ ഫൈനാണ്, പുള്ളിക്ക് കൊടുത്തത് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഈ ഒരു ടോപ്പിക്ക് പിടിക്കാതെ
വലിച്ച് വാരി ഒരു 10-15 ടോപ്പിക്കിനെ പിടിച്ച് അങ്ങറ്റം ഇങ്ങറ്റം വലിച്ച് നീട്ടി നശിപ്പിച്ച് നാമാവശേഷമാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് മലയാള സിനിമ ഉണ്ടാക്കി വെച്ചത് ഇതൊരു ഫ്ലോപ്പ് ആയിരിക്കും ഈ കൊല്ലത്തെ. തീർച്ചയായിട്ടും നല്ലൊരു തിരിച്ചൊരു പ്രതീക്ഷിച്ച പടമാണ്. പക്ഷേ പുള്ളി ഇടയ്ക്ക് എപ്പോഴും വണ്ണം കുറച്ചതിൻ്റെതൊക്കെ എവിടെയൊക്കെയോ കണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആ വണ്ണത്തിലുള്ളത് കൊണ്ട് ഒന്നും എക്സ്പ്രഷൻസോ ഒന്നും കാര്യം അതിൻ്റെ അകത്തില്ല. നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് അതിനകത്ത് ഒന്നുമില്ല. കോമഡിയൊന്നും വർക്കൗട്ടേ ആയിട്ടില്ല, ചിരിയൊന്നും വരത്തില്ല. പലയിടത്തും ഭയങ്കര ലാഗാണ്. 2.25 മണിക്കൂർ അങ്ങനെ ഡ്യൂറേഷൻ്റെ ആവശ്യം പോലും ഇല്ല ഈ പടത്തിന്. ഇപ്പം ഡിജോ ജോസ് ആൻ്റണിയുടെ ഒരു രീതി ഈ ടെററിസം അത് ഇതെന്നുള്ള ഒരു പേട്രിയോട്ടിസം ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ കുറേ ഉണ്ട്. വെറുതെ കുറേ ടോപ്പിക്സ് വലിച്ച് വരിയിട്ടൊരു സിനിമ കൊള്ളു. പടം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് വെറും ചളിയാണ്. നമ്മൾ മിക്ക സിനിമകളും കാണുന്ന കുറേ ചളിയാണ്. ഞാൻ വരച്ച് പടം പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര രസമായിരുന്നു പടം കണ്ടിട്ടുണ്ടെങ്കിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി ഫ്രം ഇന്ത്യ, ആ പേരെന്നാൽ നമ്മളെ മലയാളി എന്താണ്, നമ്മളെ മലയാളി എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും. അതുപോലെ തന്നെ നമ്മളെ മലയാളിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ഒരു പാകിസ്ഥാനിയും ഒരു മലയാളിയായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമയെന്ന് പറയുന്നത്. പക്ഷേ വളരെ നന്നായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ നിവിനേട്ടൻ്റെ ഒരു വൻ തിരിച്ചു വരവും കൂടിയാണ് ഈ പടം എന്ന് പറയുന്നത്. നിവിനേട്ടൻ ഇത് ഹിറ്റ് അടിച്ചിരിക്കും. ഹിറ്റാണ്. ഫസ്റ്റ് ഹാഫ് അല്ല പടം, സെക്കൻഡ് ഹാഫിലാണ് പടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ ആറാട്ടണ്ണനും ഈ അലൻ ജോസിനും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കൂടെ അവൻ്റെ തൊപ്പി ഉണ്ടല്ലോ, അവൻ്റെ ഉറിഞ്ചി തൊപ്പി, അവനൊക്കെ മംഗോളി തൊപ്പി, പന്ന അവനും പിന്നെ മറ്റേ അവൻ്റെ പേരാണ് നമ്മൾ ചെകുത്താൻ ഇപ്പം എന്നെ പേടിച്ച് ഇപ്പോൾ ചെകുത്താൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. യുവന്മാർക്ക് എല്ലാവരും കൂടെ പറയാനുള്ളത് ഈ ആറാട്ടെണ്ണം കൂടെ യുവന്മാരെല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്.